എഫ്എക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും വലിയ ഹിസ്റ്റോറിക്കൽ സീരീസാണ് ഷോഗൺ. എനിക്കിത് കണ്ടു തുടങ്ങിയപ്പോൾ ഒരു മിനി ഗെയിം ഓഫ് ത്രോൺസ് വൈബൊക്കെ കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. നല്ല കിടിലൻ പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല കിടിലൻ ക്യാരക്ടേഴ്സ്, നല്ല റൈറ്റിംഗ്, നല്ലൊരു ക്വാളിറ്റി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സംഭവം സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു 1600 സമയത്തുള്ള ജപ്പാൻ്റെ ആ ഒരു ഇഡോ പീരീഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമിലാണ്. സോ ഈ ഒരു ഇവൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരുപാട് ഇവൻറ്റ്സ് ജപ്പാനിൽ നടന്നിട്ടുണ്ട്. അതിന് ബേസ് ചെയ്ത് ഒരുപാട് സിനിമകളും സീരീസുകളൊക്കെ തന്നെ ബുക്കുകളൊക്കെ ഓൾറെഡി കുറേ വന്നിട്ടുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റിൻ്റെ ഒരു ഫിക്ഷണലൈസ്ഡ് വെർഷനാണ് ഇതെന്ന് പറയാം. സോ ഓൾറെഡി ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. സോ ഹിസ്റ്റോറിക്കലി അക്യുറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഫിക്ഷനിലും കൂടി കയറ്റിയിട്ടാണ് ഈ ഒരു സീരീസ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഈ ഒരു ടൈമിൽ ജപ്പാൻ്റെ റൂളർ പെട്ടെന്ന് മരിക്കുകയും സോ ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. പക്ഷേ ആ മകന് പ്രായമാവാത്തത് കൊണ്ട് ആ മകനൊരു 16 വയസ്സാവുന്നത് വരെ ആ ഒരു അധികാരം അദ്ദേഹത്തിന് വിശ്വാസമുള്ള 5 നേഷനിലുള്ള വലിയ വലിയ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഈ 5 പേരും കൂടി റൂൾ ചെയ്ത് ഈ ഒരു കുട്ടിക്ക് 16 വയസ്സാകുമ്പോൾ ഈ ഒരു റൂൾ അവർക്ക് കൈമാറ്റം ചെയ്യുക എന്നൊക്കെയാണ് ഇവരുടെ ക്ലോഷർ. പക്ഷേ ഇദ്ദേഹത്തിന് മരണശേഷം ഇവരൊക്കെ കൂടി നടത്തുന്ന സിവിൽ വാറുകളൊക്കെയാണ് ഈ സീരീസിൻ്റെ പ്രധാന കഥ. പക്ഷേ ഇത് മാത്രമല്ല സീരീസിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഇവരുടെ ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ മാത്രമല്ല, ഇതേ ടൈമിൽ ജപ്പാനിൽ പോർച്ചുഗീസ് ഇൻവേഷൻ ഉണ്ട്. സോ പോർച്ചുഗീസ് ഓൾറെഡി അവരുടെ ആധിപത്യം ജപ്പാനിൽ നടത്തിയിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൽ തന്നെയും കാത്തലിക്സ് ഉണ്ട്, പ്രൊട്ടസ്റ്റൻസും ഉണ്ട്. സോ ഈ ഒരു പർട്ടിക്കുലർ സീരീസിൻ്റെ കഥ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇംഗ്ലണ്ടിൽ നിന്നും ആദ്യമായിട്ടൊരു കപ്പൽ ജപ്പാൻ്റെ തീരത്തേക്ക് വരികയാണ്. അതിൽ വരുന്നതാണെങ്കിൽ ഒരു കൂട്ടം പ്രൊട്ടസ്റ്റൻസും. സോ ഇവിടെ ഓൾറെഡി കാത്തലിക്സ് ഉണ്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്. സോ ഇതിനിടയിൽ ജപ്പാനിൽ ഇത്തരത്തിലുള്ള ഒരു സിവിൽ വാർ നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഇന്റർലിങ്ക് ആവുക എന്ന് വളരെ കോംപ്ലക്സ് ആയിട്ട് കാണിക്കുന്ന ഒരു സീരീസാണ്. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല എന്നൊന്നുമല്ല. തുടക്കത്തിൽ കുറച്ചൊക്കെ ഇതെന്ത് ഇവിടെ എല്ലാം കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടി പ്രോപ്പർ യൂസേജ് ഉണ്ട്. ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഒന്ന് മറ്റൊന്നിന് യൂസ് ആവും, വേറൊന്നിനെ അങ്ങനെ ലിങ്ക് ചെയ്ത് ടച്ച് ചെയ്ത് പോയിട്ടാണ് ഈ സീരീസ് മുഴുവനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ആൻഡ് ഇതിലെ ഏറ്റവും എനിക്ക് ഇഷ്ടമായ കാര്യങ്ങളിൽ ഒന്ന്, ഇതിൽ ഒരുപാട് ഗംഭീര വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വേൾഡിനെ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു സീരീസ് കൂടിയാണ്. കാരണം പല സ്ഥലത്തോ അല്ലെങ്കിൽ പല പാർട്ട് ഓഫ് ദി വേൾഡ്സിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വന്ന് ജപ്പാനിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഇവന്റ് നടത്താൻ പോകുന്നത്. പക്ഷേ അതേസമയത്ത് തന്നെ ഈ വേൾഡ് ബിൽഡിങ്ങിലേക്ക് നമ്മളെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ സീരീസ് ശ്രമിക്കുന്നില്ല. ക്യാരക്ടേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈവൻ ഇതിലെ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന അടക്കം പർട്ടിക്കുലർ ക്യാരക്ടേഴ്സിന് ബേസ് ചെയ്ത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടേഴ്സിന് ബേസ് ചെയ്ത് മാത്രമായിരിക്കും. ബാക്കിയൊക്കെ ഒരു പനോരമയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ബ്ലറിങ് ഒക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. അത് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലും റിഫ്ലക്റ്റ് ആവുന്നുണ്ടെന്ന് പറയും. ആ രീതിയിലാണ് ഇത് പോകുന്നത്. കാരണം ക്യാരക്ടേഴ്സാണ്, ആ ക്യാരക്ടേഴ്സിലൂടെ ആയിരിക്കും ഈ സീരീസ് പോകുക എന്ന് ഇനീഷ്യലി ഇത് കാണിച്ചു തരുന്നുണ്ട്. സോ വലിയ വേൾഡ് ബിൽഡിംഗ് ഉണ്ടെങ്കിലും വലിയ ഗ്രാൻഡ് സ്കെയിലുള്ള സാധനങ്ങൾ, ഇപ്പോൾ ട്രെയിലർ എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടാണ് ഞാനത് കണ്ടത്. സോ അത്തരത്തിലുള്ളത് ഉണ്ടെങ്കിലും ക്യാരക്ടേഴ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഗംഭീര ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സീരീസുകൾ എനിക്ക് പറ്റിയിട്ടുള്ള മെയിൻ പോരായ്മകളൊന്നായിട്ട് തോന്നിയിട്ടുള്ളതാണ്. കാരണം വലിയ എപ്പിക് ആയിട്ടുള്ള വിഷ്വൽ ട്രീറ്റുകൾ ഒരുക്കുമ്പോഴും ക്യാരക്ടേഴ്സിൽ പ്രോപ്പറായിട്ടുള്ള റൈറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു തരത്തിലൊരു ഫീൽ ചെയ്യില്ല. അവർക്ക് എന്തോ ആയിക്കോട്ടെ എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷേ ഇതിലങ്ങനെയല്ല, കിടിലനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അവർ എപ്പിക് സെറ്റപ്പാണ് ഗെയിം ഓഫ് ത്രോൺസിനൊക്കെ ഉള്ളതെങ്കിലും അതിലെ ക്യാരക്ടേഴ്സാണ് അതിലെ എല്ലാം. അവരടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ കാത്തിരിക്കുക. അതേപോലെ തന്നെ ഇതിൽ ഇവരുടെ പൊളിറ്റിക്സ്, അടുത്ത് ഇവരുടെ മൂവ്സ് എന്താണ്, ഇവരുടെ ആ ഒരു മിനിമൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഇവർ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മൈൻഡിൽ എന്തായിരിക്കും റീഡ് ചെയ്യാൻ നമുക്ക് കിട്ടാൻ പോകുന്ന രീതിയിലാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടങ്ങിയിട്ടുള്ളൂ, ആദ്യത്തെ 2 എപ്പിസോഡുകൾ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഇത് കഴിയുമ്പോൾ ഒരു കിഡിലൻ എൻഡിങ്ങും കൂടി ആയിരിക്കും എനിക്ക് തോന്നുന്നു. പോരാതെ തന്നെ ഇതൊരു റിട്ടേണിങ് സീരീസ് അല്ല, ഇതൊരു മിനി സീരീസാണ്. ആൻഡ് ഒരു മിനി സീരീസ് തന്നെ ഇത്ര നല്ല തുടക്കമാണെങ്കിൽ പ്രോപ്പറായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് തീർച്ചയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഗംഭീര ഐറ്റം തന്നെ ആയിരിക്കുന്നതിൻ്റെ 2 എപ്പിസോഡുകളും തന്നെ ടീസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള നമുക്ക് കണ്ടന്റ് അറിയാം. സോ റിട്ടേണിങ് സീരീസ് ഇല്ലാത്തത് കൊണ്ടോ മിനി സീരീസുകൾ കണ്ട് ഇഷ്ടപ്പെടുന്നു, ഇപ്പോൾ സിനിമകൾ മാത്രം കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും തിരഞ്ഞെടുത്ത് കാണാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഹിറോയുക്കി സനാഡയൊക്കെ എന്നുള്ള പ്രധാന വശം കൈകാര്യം ചെയ്തിട്ട് ഇവർ മാത്രമല്ല കുറേ പേരുണ്ട്. എല്ലാവരും തന്നെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള കിടിലൻ കാസ്റ്റുമാണ്. ഞാൻ പറഞ്ഞില്ല, അവർ പെർഫോം ചെയ്യാൻ ഇങ്ങനെ വിട്ടു കൊടുത്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ ആക്ഷൻ സീക്വൻസുകളും ബാറ്റിൽ സീക്വൻസുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് അതിനേക്കാൾ കുറച്ചും കൂടി എനിക്ക് ഈ ക്യാരക്ടേഴ്സിലെ പൊളിറ്റിക്സും അവരുടെ അടുത്ത മൂവ്സൊക്കെ കാണാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഇത്ര നല്ലൊരു ക്വാളിറ്റി സാധനം, പ്രത്യേകിച്ച് ക്യാരക്ടർ ഡിസൈനിൽ ക്യാരക്ടർ സ്റ്റഡിയിൽ ഭയങ്കരധികം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു എപ്പിക് സാധനത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് ഈ സാധനം ഭയങ്കരധികം ഇഷ്ടമായത്. സോ മുഴുവൻ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് വരാം. ഈ 2 എപ്പിസോഡുകൾ കണ്ടു തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണെങ്കിൽ കണ്ടു തുടങ്ങാമെന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ച് ലെങ്ത് ഉണ്ട്, ഒരു മണിക്കൂറിന് മുകളിലുണ്ടാവും ചില എപ്പിസോഡുകളൊക്കെ. പക്ഷേ കിഡിലിനാണ്, പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ ഒരു രക്ഷയില്ലാത്തതാണ്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഐറ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. നന്ദി.